ഗസയിൽ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുന്ന പ്രമേയം ഇന്ന് UN രക്ഷാസമിതിക്ക് മുൻപാകെ കൊണ്ടുവരുമെന്ന് അമേരിക്ക. ഖത്തറിൽ നടന്ന വെടിനിർത്തൽ ചർച്ച എങ്ങുമെത്താത്ത സാഹചര്യത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ. കൂടുതൽ ആയുധങ്ങൾ തേടി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് അമേരിക്കയിലേക്ക് പുറപ്പെടും. US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ 6ാമത് പശ്ചിമേഷ്യൻ പര്യടനത്തിൽ പ്രതീക്ഷയില്ലെന്ന് ഫലസ്തീൻ നേതാക്കൾ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് മുഹമ്മദ് ഷാമോൻ ചേരുന്നുണ്ട്. ഷാമോൻ, UN-ൽ ഇതിനു മുൻപ് 3 തവണ ഒരു വെടിനിർത്തൽ പ്രമേയവുമായി വിവിധ രാജ്യങ്ങൾ വന്നപ്പോൾ അമേരിക്ക അത് വീറ്റോ ചെയ്യുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ അൾജീരിയ കൊണ്ടുവന്ന പ്രമേയവും വീറ്റോ ചെയ്യുകയായിരുന്നു അമേരിക്ക. എന്നാൽ ഇപ്പോൾ അമേരിക്ക തന്നെ മുൻകൈയെടുത്ത് ഒരു പ്രമേയം UN-ലേക്ക് കൊണ്ടുവരുമ്പോൾ എന്തൊക്കെയാണ് അതിന്റെ സാധ്യതകൾ? ഷഹന, ഖത്തറിന്റെ നേതൃത്വത്തിൽ നടന്ന വെടിനിർത്തൽ ചർച്ചകളിൽ കാര്യമായ പുരോഗതി ഉണ്ടാകാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നു. ഇതേസമയം തന്നെ ഇസ്രായേൽ ആക്രമണം റഫേലടക്കം പല മേഖലകളിലും അതിശക്തമായ രീതിയിൽ നടക്കുന്നു. നൂറുകണക്കിന് ആൾക്കാർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം, ഇതൊക്കെ ഒരു വശത്ത് നിൽക്കുന്നു. ഇതേ ഒരു സമയത്ത് ഈ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് ഇസ്രായേലിനെ നിർബന്ധിക്കുന്ന തരത്തിലുള്ള പല രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ അമേരിക്ക നടത്തിയിട്ടും ഇസ്രായേൽ അതിനൊന്നും വഴങ്ങിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. കൂടുതൽ ആയുധ കരാറുകളിൽ അമേരിക്കയുമായി ഏർപ്പെടാൻ വേണ്ടിയുള്ളൊരു യാത്രയായിട്ടാണ് ഇതിനെ കാണുന്നത്. അതായത് ഒരു വശത്ത് വെടിനിർത്തൽ ചർച്ചകൾ നടക്കുന്നു. ഹമാസ് മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ ഇസ്രായേൽ നിരാകരിക്കുന്നു. നെതന്യാഹു പൂർണ്ണമായും തള്ളുന്ന രീതിയിലുള്ളൊരു സമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ ഒരു ഘട്ടത്തിൽ തന്നെയാണ് അമേരിക്ക ഇപ്പോൾ വെടിനിർത്തൽ പ്രമേയമായി വരുന്നത് എന്നുള്ളതും കൂടെ ഒരു വസ്തുതയായ ഒരു കാര്യമാണ്. ഈ അമേരിക്കയുടെ ഈ ഒരു സമ്മർദ്ദത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയം പാസ്സായാൽ തന്നെ അതിനോട് ഇസ്രായേലിൻ്റെ ഒരു പ്രതികരണം എത്തരത്തിലാണെന്നുള്ളത് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. ഇതിനൊപ്പം തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഈ ഖത്തറിൻ്റെ നേതൃത്വത്തിൽ ദോഹയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ചർച്ചയിലേക്ക് മൊസാദ് തലവൻ എത്തിയേക്കും പങ്കെടുക്കാൻ എന്നുള്ളൊരു വിവരം കൂടി കിട്ടുന്നുണ്ട്. ഇത്തരത്തിൽ മുമ്പ് ചർച്ചകൾ നടക്കുകയും ഇസ്രായേലിൻ്റെ പ്രതിനിധിസംഘം തിരിച്ച് മടങ്ങുകയും ചെയ്തിരുന്നു. അന്ന് പറഞ്ഞത് ഇസ്രായേൽ യുദ്ധകാര്യ മന്ത്രിസഭയിൽ ഈ ഖത്തറിന് ഹമാസിൻ്റെ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യാനായിട്ടുള്ള ഒരു യാത്രയെന്നുള്ളതാണ്. ഇതിനുശേഷം വീണ്ടും അവർ തിരിച്ചെത്തുന്നു എന്നുള്ളൊരു കാര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഇതിനൊപ്പം പശ്ചിമേഷ്യൻ സന്ദർശനം ഇറങ്ങിയ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇന്നലെ പറഞ്ഞിരുന്നു ഹമാസും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചയിലെ വിടവ് വളരെ കുറഞ്ഞ രീതിയിലോട്ട് എത്തിയിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ വളരെ അത്തരത്തിലൊരു പ്രതീക്ഷയും ഈ ചർച്ചകൾക്ക് കാണുന്നുമുണ്ട്. ഷഹന, ശരി, ഗസയിലെ വെടിനിർത്തലിനായി UN-ൽ പ്രമേയം അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് US. വിവരങ്ങളാണ് ഷാമോൻ നൽകിയത്.